ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുറ്റടിക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവായിരുന്നു. പിന്നെ മുറ്റമൊക്കെ അടിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ ഇവിടെയിട്ട് നല്ല വെയിൽ. അപ്പോൾ ഈ ചെടികളൊക്കെ വാടി നിൽക്കും പോലെ തോന്നിയിട്ട് ഞാനെന്നാൽ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാൻ, എന്നിട്ട് മുറ്റടിക്കാമെന്ന് വിചാരിച്ച് ഇത്രയും ഭാഗത്തൊന്ന് നനയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേട്ടോ, മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെടികളെ കാണുമ്പോൾ പിന്നെ കുറേ സമയം അവരെ നോക്കി അങ്ങനെ നിന്ന് പിന്നെ സമയം പോണതേ അറിയില്ല. കരിയിലാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇപ്പം തന്നെ അടിച്ചിട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അത്രയും തന്നെ കരിയില പിന്നെയും ചാടിയിട്ടുണ്ടാവും. ഇപ്പം മരങ്ങളൊക്കെ ഇങ്ങനെ ഇല പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വേഗം ഇത്രയും ഭാഗത്തുള്ള ചെടികൾ മാത്രം ഒന്ന് നനച്ച് കൊടുക്കാം കേട്ടോ. ഇത് തന്നെ വിത്ത് ചാടി മുളച്ച് വന്ന ചെടിയാട്ടോ ഈ ചീരപ്പൂവ്, ഈ വെൽവെറ്റ് പൂവ്. അപ്പോൾ ഇത് അവിടെ നിന്ന് പറിച്ച് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ പോയെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ അതിനെ അവിടെ തന്നെ നിർത്തിയതാണ്. പിന്നെ ഈ മഞ്ഞപ്പൂക്കൾക്കാണെങ്കിലും ഇപ്പോൾ പൂവ് ഇച്ചിരി കുറവാട്ട്. ശരിക്കും ഇത് നിറയെ പൂത്ത് നിൽക്കുന്ന ചെടിയാണ്. അങ്ങനെ കുറേ സമയം അവരെയൊക്കെ നനയ്ക്കാനും മുറ്റടിക്കാനൊക്കെ ആയിട്ട് പോയി. പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായി. പിന്നെ അതൊക്കെ പോയി ക്ലീനാക്കി കൊണ്ടുവന്നു. അതിനിടയ്ക്ക് ചോറ് വേവിക്കാനായിട്ട് അരിയൊക്കെ അടുപ്പത്തിട്ട് അതും വെച്ചിട്ടുണ്ട്. അപ്പം ഞാനതിൽ വലിയ മീനുകൾ മാത്രം വറുക്കാനും എടുത്തു, ചെറുതൊക്കെ കറി വയ്ക്കാനായിട്ട് മാറ്റി വെച്ചതാട്ടോ. അങ്ങനെ ഇതിലൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. മസാല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പിന്നെ വെളുത്തുള്ളി, ഒരു ചുവന്നുള്ളി, കുരുമുളക്, ഇതെല്ലാം ചതച്ചാട്ടോ മസാല തേച്ചത്. പിന്നെ ഒരു നുള്ള് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവറായിരിക്കും ആ മീൻ ഫ്രൈ ചെയ്ത് കിട്ടുമ്പോൾ. അങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറി വയ്ക്കാനായിട്ട് മുളക് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പകുതി സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ടിട്ട് വാട്ടുക കേട്ടോ. പിന്നെ വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം വാടി വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കും. പൊടികളെന്ന് പറഞ്ഞാൽ ഒരുപാട് പൊടികളൊന്നുമില്ല കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർക്കണുള്ളൂ. കളറിന് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. പിന്നെ അതിന് മുമ്പ് തക്കാളി ചേർക്കണം കേട്ടോ, അത് പറയാൻ മറന്നു. ഇതാണ് തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ. അപ്പോൾ ഞാനൊരു ചെറിയ തക്കാളി 3 തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വാട്ടി ഉടച്ചെടുക്കണം. എന്നിട്ട് പൊടികളും കൂടിയിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് കുടംപുളി, ആദ്യമേ തന്നെ കറി വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചെയ്യണത് കുടംപുളിയിലേക്ക് ഉപ്പിട്ട് വെച്ചേക്കും. അപ്പോൾ അതിന് പുളി നന്നായിട്ട് ഊറി വരാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ചേർത്ത് കൊടുക്കും. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് വേവിക്കാനായിട്ട് വയ്ക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചട്ടി ചുറ്റിച്ച് കൊടുത്താൽ മതി, ചട്ടിയിലിട്ട് ഇളക്കണ്ട. അങ്ങനെ ചട്ടി ചുറ്റിച്ച് ഒരു 2-3 പ്രാവശ്യം നോക്കി കഴിയുമ്പോഴത്തേനും ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ മീൻകറി റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ മീനിൻ്റെ കറി അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് മോൾക്ക് ക്ലാസ് ഇല്ല, അപ്പോൾ അവൾ അപ്പുറത്തിരുന്നിട്ട് മുരിങ്ങയില എനിക്ക് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങയില പൊട്ടിച്ച് അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവളത് അവിടെ ഇരുന്ന് ക്ലീൻ ആക്കണുണ്ട്. അങ്ങനെ അരപ്പൊക്കെ തിളച്ചപ്പോൾ ഞാൻ അതിന് മുമ്പായിട്ട് ഒരു ടിപ്പാണ്, കുറച്ച് വെളുത്തുള്ളി ഈ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കണ നമ്മുടെ ഈ കറിയിലേക്ക് മീൻ ഇടുന്നതിന് മുമ്പായിട്ട് ഞാൻ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കും. അപ്പോൾ അത് ആ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. മാത്രമല്ല നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതായിട്ട് വെളുത്തുള്ളി. പിന്നെ വാതരോഗം ഒക്കെ ഉള്ളവർക്കും വെളുത്തുള്ളി നല്ലതാണ്. മീൻ കറിക്ക് നല്ല ഫ്ലേവറും കിട്ടും. അങ്ങനെ മീൻ അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. അപ്പോഴത്തേനും പിന്നെ ഞാൻ മുരിങ്ങയില അവൾ ക്ലീൻ ആക്കുന്നുണ്ട്. കുറച്ച് തേങ്ങയൊക്കെ ചെറുക്കി അതും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഊണിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാനോർത്തത്, നമ്മൾ നല്ലൊരു ശ്രോതാവായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മുടെ ചുറ്റിനുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അവർ നമ്മളോട് അതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് വരുമ്പോൾ നമ്മൾ ഒട്ടും സമയമില്ലാത്ത പോലെ വേഗം അവരെ ഒഴിവാക്കി കളയരുത്. ചിലർ ഭയങ്കര വിഷമത്തോടു കൂടിയായിരിക്കും നമ്മളുടെ അടുത്ത് വന്നത്. അപ്പോൾ കുറച്ച് സമയം അവർ പറയണത് ഒന്ന് കേൾക്കാം കേട്ടോ. ഒരു പ്രശ്നം വരുമ്പോൾ അതൊന്ന് കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ തന്നെ പകുതി പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നതാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് അതങ്ങോട്ട് പുറത്തേക്ക് പോവും. അപ്പോൾ അവർക്കൊന്ന് റിലാക്സ് ആവും. അവരുടെ മൈൻഡ് റിലാക്സ് ആക്കി കൊടുത്തതിൻ്റെ ഒരു സുഖവും സന്തോഷവും ഒക്കെ നമുക്കും കിട്ടും കേട്ടോ. നമ്മൾക്ക് പേഴ്സണലായിട്ടും കിട്ടും, ഈശ്വരൻ്റെ കയ്യിൽ നിന്നും. ഈശ്വരവിശ്വാസം ഉള്ളവർക്കാണെങ്കിൽ ഈശ്വരൻ്റെ കയ്യിൽ നിന്നും അതിന് പ്രതിഫലം കിട്ടും. അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ
എൻ്റെ അടുത്ത് പലരും അങ്ങനെ വിഷമങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ രസം അതല്ലേ, ഈ പറയണവർ തന്നെ നമുക്ക് ചില സമയത്ത് ശല്യമായിട്ട് മാറും കേട്ടോ. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ഇങ്ങനെ അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതെന്നെ ഇങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ കുറേ സമയം പോകും. അങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കളയണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരുടെ വിഷമങ്ങളിൽ അവർക്കൊരാശ്വാസമായിട്ട് അവർ പറയണതൊന്ന് കേട്ടു കൊടുക്കാം. ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് എനിക്കൊരു അനുഭവം ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മുടെ സമയം ഇത്രയും ഇങ്ങനെ കളഞ്ഞത്, അപ്പോൾ അവരുടെ വിചാരം നമ്മൾക്ക് വേറെ ഒരു ജോലിയില്ല, നമ്മളിങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഇരിക്കുകയാണെന്നാണ്. പക്ഷെ നമ്മുടെ ഇഷ്ടംപോലെ ജോലികളും നമുക്ക് ആവശ്യമുള്ള സമയമാണ് അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നത്. നമ്മുടെ ജോലികളും തിരക്കുകളും എല്ലാം മാറ്റി വെച്ചിട്ടാണ് അവർ പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ നമ്മൾ തന്നെ അവരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയിട്ടിരിക്കുന്ന സമയത്ത് വെറുതെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി അവരെ വിളിച്ചാൽ പോലും അവർ ഭയങ്കര ബിസി ആയിരിക്കും കേട്ടോ. പിന്നെ അവർക്ക് നിൽക്കാനും ഇരിക്കാനൊന്നും സമയമില്ല. ഇത് കഴിഞ്ഞിട്ടില്ല അവർ വേഗം അവരുടേതായ തിരക്കുകളിലേക്ക് പോകും. ഇതേ ആളുകൾ തന്നെയാണ് നമ്മളുടെ മണിക്കൂറുകൾ അപഹരിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് നമ്മൾ അവർക്കൊരു താങ്ങായിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അത് ഒരു സാറ്റിസ്ഫാക്ഷനാണ് എന്ന് വിചാരിച്ച് നമ്മുടെ ഒരുപാട് സമയവും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി കളയരുത്. ഇത് 2 കാര്യങ്ങളാട്ടോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ വൈകുന്നേരം ഞാൻ മധുരക്കിഴങ്ങ് ഉണ്ടായി, അത് വേവിച്ച് വെച്ചതാണ്, ആവിയേറ്റി വെച്ചതാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് മുകളിൽ മുളക് ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അത് വേഗം എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ 3-4 ദിവസത്തെ ഉണക്കായിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് പൊടിക്കാനായിട്ട്, ഇന്നല്ല നാളെ പൊടിക്കാനായിട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.